തീരഭൂവിലായി ജാലകം തുറന്നിടുക മലയാളമാം ദൃശ്യചാരുതേ മലയാളമാം ദൃശ്യചാരുതേ മലയാളം 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 ചക്രവാളങ്ങൾക്കപ്പുറത്തെഴും ചിത്രവർണ്ണങ്ങളാകവേ ചക്രവാളങ്ങൾക്കപ്പുറത്തെഴും ചിത്രവർണ്ണങ്ങളാകവേ
ജാലകത്തിലൂടായിരം സുസ്വരങ്ങളെ, ആയിരം സുസ്വരങ്ങളെ. നീലവാനിന്നു കീഴിലായി അലയാഴി തൻ തീരഭൂമിലായി ജാലകം തുറന്നിടുക മലയാളമാം ദൃശ്യചാരുതേ, മലയാളമാം ദൃശ്യചാരുതേ, മലയാളമാം ദൃശ്യചാരുതേ. മലയാളം 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 നീർത്തി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ, പീലി നീർത്തി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ, കേളികൊട്ടിലുയരുന്നു കഥകളിൽ കേളിദേശാന്തരങ്ങളിൽ. ഓ സത്യധർമ്മ കേദാരമേ, സത്യധർമ്മ കേദാരമേ, സ്നേഹസദനമായി വെൽകനീ, സ്നേഹസദനമായി വെൽകനീ, സ്നേഹസദനമായി വെൽകനീ, സ്നേഹസദനമായി വെൽകനീ. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം, നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം, ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം, നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം, നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. കളവാണികൾ
തിരുവോണം കളവാണികൾ പാടി കാർക്കരിവേണികളാടി കാലമുറങ്ങിയുണർന്നെഴുന്നേറ്റതു കാണാൻ വരവായി ഇതൊരു കേരളോത്സവം പഴം പാട്ടു സാധകം കടം കൊണ്ട കളവാണികൾ പാടി കാർക്കരിവേണികളാടി കാലമുറങ്ങിയുണർന്നെഴുന്നേറ്റതു കാണാൻ വരവായി കാണാൻ വരവായി കാണാൻ വരവായി കാണാൻ വരവായി കാണാൻ വരവായി മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം എത്രയെത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം എത്രയെത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം എത്രയെത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ഗുരുദേവ ദർശനങ്ങൾ നെയ്തെടുത്ത കേരളം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ഗുരുദേവ ദർശനങ്ങൾ നെയ്തെടുത്ത കേരളം അബ്ദുൽ ഖാദർ മൗലവിമാർ പാടി തന്ന നന്മകൾ മലബാറിൻ സംസ്കാരം ചേർത്തു വച്ച മഹിമകൾ അബ്ദുൽ ഖാദർ മൗലവിമാർ പാടി തന്ന നന്മകൾ മലബാറിൻ സംസ്കാരം ചേർത്തു വച്ച മഹിമകൾ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ കേട്ടുണർന്ന കേരളം കണ്ടാല ഭിക്ഷുകിക്കു നീർ കൊടുത്ത കേരളം മാറ്റുവിൻ ചട്ടങ്ങളെ കേട്ടുണർന്ന കേരളം കണ്ടാല ഭിക്ഷുകിക്കു നീർ കൊടുത്ത കേരളം പ്രളയ ദുരിതം കൊണ്ടുവന്ന മഴയെ കണ്ട കേരളം അതിജീവനത്തിന്റെ സ്നേഹമാണ് കേരളം പ്രളയ ദുരിതം കൊണ്ടുവന്ന മഴയെ കണ്ട കേരളം അതിജീവനത്തിന്റെ സ്നേഹമാണ് കേരളം എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം എത്രയെത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ കേരളം 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 കേരളം
സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലൊഴുക്കി കഥകളിതൻ മുദ്രവിടത്തി കളിയാടും കലയുടെ വീട്. മലയാള തനിമ വിളങ്ങും നാട്, മേളത്തിൻ പെരുമയൊരുങ്ങും നാട്. നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലൊഴുക്കി കഥകളിതൻ മുദ്രവിടത്തി കളിയാടും കലയുടെ വീട്. സ്വന്തം നാട് ശ്രീരാമ സോദരനെന്നും ശ്രീയേകി വാണരുളും സ്നേഹാദരങ്ങൾ നിറയും സുന്ദര നാട്. കാവ്യത്തിൻ കളിവീട്, നടനത്തിൻ നറുകൂട്, നൃത്തത്തിൻ നലനാട്, സംഗീത തറവാട്, വരദാനങ്ങൾ അരുളുന്ന നാട്. മലയാള തനിമ വിളങ്ങും നാട്, മേളത്തിൻ പെരുമയൊരുങ്ങും നാട്. അണചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലൊഴുക്കി കഥകളിതൻ മുദ്രവിടർത്തി കളിയാടും കലയുടെ നടക്കുന്ന ഒരു യുവജനത നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. എന്നാൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പരിസര ബോധമില്ലാതെ കുനിഞ്ഞ ശിരസ്സുമായി നടക്കുന്ന ഒരു ജനതയെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു നാടകം നമ്രശിരസ്കർ. This one's for you. ऐसी क्या चली हवा कि ले गई मेरी सांसों को मुझसे दूर तेरे पास, और मुझे हुआ ऐसा तू 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 मेरी भी मैं तेरा होने लगा, मैं तेरा तू मेरी भी होने लगी. कैसे ये हुआ मगर ना है मुझे ना तुझको कोई खबर. എടിയേ, നീ ഇന്ന് മോട്ടോർ ഓൺ ചെയ്തിട്ടില്ലേ? ഇന്ന് പവർ കട്ടാണെന്ന് പത്രത്തിലുണ്ട്. ആ മോട്ടോർ ഞാൻ ഓൺ ചെയ്തിരുന്നു. അയ്യോ, കറിക്കരച്ചില്ലല്ലോ. അല്ല, എത്ര മണിക്കാന്നാ പറഞ്ഞേ പവർ കട്ട്? 8:30 മുതൽ 5 മണി വരെ ആണെന്നാ പത്രത്തിൽ കണ്ടത്. അയ്യോ, എന്നാ ഇപ്പൊ കട്ടാവും. കറണ്ട് കട്ടാവാനാ?
ഫോണിലാങ്ക് ചാർജും ഇല്ല. ഞാൻ ഇനി എന്നാ ചെയ്യാ? നീ എണീറ്റോ? ഇതെന്ത് പറ്റി? ഇത് പതിവില്ലാത്തതാണല്ലോ. ചാർജ് തീർന്നു. നിന്റെയോ ഫോണിന്റെയോ? രണ്ടിനെയും തീർന്നു. അത് ശരിയാ, ഫോണിന്റെ ചാർജ് തീർന്നാ പിന്നെ ഇവിടെ ആർക്കും ചാർജ് ഉണ്ടാവില്ലല്ലോ. നാശം, കറണ്ട് പോകണ്ട സമയം. എടാ, ഈ ജീവിതം എന്ന് വെച്ചാ വെറും മൊബൈലല്ല. ഓ, അമ്മ തുടങ്ങി. അതേടാ, അച്ഛനമ്മമാർ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയാ തോന്നുക. നടക്കുമ്പോ ഫോണ്, ഇരിക്കുമ്പോ ഫോണ്, കടക്കുമ്പോ ഫോണ്. ഈ ഫോൺ കണ്ടുപിടിച്ചത് ആരാണപ്പാ? മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുവോ? ഞാനൊന്നും മിണ്ടുന്നില്ല. അല്ലേലും ഞാൻ മിണ്ടുന്നതല്ലേ കുഴപ്പം? ആ മനുഷ്യനതാ പറമ്പിൽ കിളക്കുന്നു. വലതും പോയി സഹായിച്ചോടെ എനിക്ക്? എന്നെ കൊണ്ടൊന്നും വയ്യ. അതേടാ, നിനക്കൊന്നും അറിയണ്ടല്ലോ. അതെങ്ങനാ ആ പാവ മനുഷ്യൻ രണ്ടറ്റും കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് എനിക്കേ അറിയൂ. അതൊക്കെ അച്ഛനമ്മമാരുടെ കടമയാ. അതേടാ, മക്കൾക്കൊരു കടമയില്ല. നിന്നോട് തർക്കിക്കാനേ ഞാനില്ല. ഞാനങ്ങ് ചെല്ലട്ടെ, വയൽ പണിക്കാറുണ്ട്. ശരിയാണല്ലോ. ഇതെന്ത് പറ്റി? ഏതൊരു ഫോണിലാ, മുറിന്ന് പുറത്തിറങ്ങാത്ത ചെക്കന. അതൊന്നും പറയണ്ട രാമണ്ണേട്ടാ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം, നടക്കുമ്പോഴും തിന്നുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും ഫോൺ തന്നെയാ. ശരിയാ. കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ പോയപ്പോ അവിടെ കണ്ണു ഡോക്ടർ ഉണ്ടായിരുന്നു. അവര് പറയാ മിക്ക കുട്ടികളുടെയും കണ്ണിന്റെ കാര്യം പോക്കാണെന്ന്. കണ്ണു പോകാണ്ട് പിന്നെ 24 മണിക്കൂറും ഫോണിലല്ലേ? എല്ലാ ഇതാരാ? ശാന്തേച്ചിയാ? സുഖല്ലേ ചേച്ചി? സുഖം തന്നെ. നീ ഇതിലേ പോന്ന നമ്മൾ കാണാറുണ്ട്. നിന്റെ തല എപ്പോഴും ഫോണിലാ. ഈ കൃഷിസ്ഥലം മുഴുവൻ അച്ഛൻ്റെയാ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോട്ടോ എടുത്ത് FB-യിലിട്ടാൽ നല്ല റീച്ച് കിട്ടും. എന്നാ എടുക്കടാ മോനെ നമ്മളത്. എല്ലാരും കാണട്ടെ. ഞാൻ എങ്ങനെയാ നിക്കണ്ടേ? അതിന് ഫോണിൽ ചാർജിലല്ലോ, കരണ്ട് പോയി. ഓ, അത് പറ. അതുകൊണ്ട് കുഞ്ഞിനെ നമുക്കിപ്പോ ഒന്ന് കാണാൻ കഴിഞ്ഞു. എല്ലാരും വാ, കഞ്ഞി കുടിക്കാലോ. അണക്കിന് നല്ല വിശപ്പുണ്ട്. രാവിലെ ഞാൻ ഉപ്പുമാവാ തിന്നിന്. എന്നാ എല്ലാരും വാ. ശാന്തേ, നീയും വാ, നമുക്ക് കഞ്ഞി കുടിക്കാം. ആടി, ഞാൻ ഇതാ വരുന്നു. ഈ
ഈ കാമ്പ് വറവ് നല്ല രുചിയുണ്ട്. നീ കുറച്ചുകൂടി വിളമ്പടോ. അതെയാ, അതിന്നലെ ഒരു വാഴ ഒടിഞ്ഞതാ. ഇപ്പോഴത്തെ പിള്ളേര് ഇതൊക്കെ കഴിക്കോ? ശരിയാ, ഞാൻ ഇന്നലെ കപ്പപ്പുഴൊക്കെ ഉണ്ടാക്കിയപ്പോ പിള്ളേർക്ക് വേണ്ടെന്ന് അവരെന്തോ ഓർഡർ ചെയ്ത്. എന്തെന്ന്? കന്തിയാ? കന്തിലേച്ചി മന്തി. ആ, അതന്നെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കപ്പപ്പുഴുക്കും വേണ്ട, കാമ്പും വേണ്ട, കൂമ്പും വേണ്ട, ഒന്നും വേണ്ട. കുട്ടികൾ എന്തൊക്കെയല്ലോ പറയുന്നേക്കാം. ഷവർമാന, ഷവായിന, പാസ്താന എന്തൊക്കെയല്ലോ കേൾക്കാറുണ്ട്. വെറുതെ അല്ല ലോകരാഷ്ട്രങ്ങൾ കേരളത്തിലേക്ക് ഉറ്റുനോക്കുന്നത്. എന്തിനാപ്പാ നോക്കുന്നേ? 5 സ്റ്റാർ ഹോട്ടലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങാൻ. എല്ലാണ്ട് എന്തിനേ? ഉണ്ണി വാ, നീയും കഴിച്ചോ. ഫോൺ ഉണ്ടെങ്കിൽ റീൽസ് എടുക്കാമായിരുന്നു. രുചിയൂറും ബലൂണേ എന്നൊരു ക്യാപ്ഷനും കൊടുക്കാമായിരുന്നു. നിർത്തടാ നിന്റെ ഒരു ക്യാപ്ഷൻ. അച്ഛനെന്നാ അറിയാ, ഇതാ ഇപ്പത്തെ ട്രെൻഡ്. ട്രെൻഡ്. മണ്ണിന്റെ മണവും വിയർപ്പിന്റെ രുചിയും അറിഞ്ഞ് വാഴടാ, ഭൂമിയിൽ ഇറങ്ങി ജീവിക്ക്. അമ്മേ, എന്തായാലും എനക്കും കുറച്ച് വിളമ്പ്. രുചിയുണ്ടോന്ന് നോക്കട്ടെ. നന്നായിട്ടുണ്ട്. കപ്പപ്പുഴുക്കിന് എന്താ ടേസ്റ്റ്. മോനെ, അമ്മ ഉണ്ടാക്കുന്നത് എന്നും രുചിയുള്ളതാ. ഫോണിൽ നോക്കി കഴിക്കുന്നോണ്ടാ നിങ്ങളത് അറിയാത്തത്. ശരിയാ മക്കളെ, ഞങ്ങൾ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി മാത്രമല്ല, നിങ്ങളോടുള്ള സ്നേഹവും കരുതലും കൂടിയുണ്ട്. ശരിയാ, ദിവസങ്ങളായി ഞാൻ എല്ലാവരോടും ഒന്ന് മിണ്ടി പറഞ്ഞിരുന്നിട്ട് ഫോണിന്റെ ചാർജ് തീർന്നപ്പോഴാ എനിക്ക് ഈ വയല് കാണാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും തോന്നിയത്. അച്ഛാ, ഇനി ഞാനുണ്ട് നിങ്ങളോടൊപ്പം.
തോളിലെ പാൽക്കാവടി സുമந்து ഓടിനെ പാലങ്ങൾ കടന്ന് അതിനെ അവനാലയം ഉറഞ്ഞ് പാടിനെ പതിവേളനെ ഉപദേശം ചെയ്ത് സ്വാമി മലയാളി അവളത് കോപം കൊണ്ട് ദൂരമായ സിന്ദൂരിലെ വൈഭവണ്ണി വള്ളിരവയാളയുടൻ തനികை നായകനെ நிலமென வன்மையில் அறியவன் முருகன் பாடங்கள் சொன்ன மகன் யாரும் என இல்லை என நதியற்று நங்கலங்க முதல் தந்த மகன் முருகன் நாமம் வென்ற மகன் வழிவேலையா ஒதுக்கையில் புறந்து முருகன் வளர்ந்த கதையும் உள்வரசத்தில் பேசின தன்னுள் கொடுத்த சுவையும் வள்ளி செய்வை யானையுடனே காட்சி அருளும் தன்னிகைய நாயகனுடைய காணையில் இந்த நோட்டி மறையும் குமரனை கண்டதும் எனக்கு கவலை இல்லடா குன்றத்துக்கு குமரன் இல்லடா என்றைக்குமே முருகனை நான் மறந்து
തൻ്റെ കൈവിരൽ തുമ്പിൽ നിന്നും ഊർന്നു പോകാതെ സൂക്ഷിക്കുക. കാരണം ഓരോ മകളും ഓരോ മാലാഖയാണ്, ഭൂമിയെ സ്വർഗമാക്കുന്ന മാലാഖ. നിങ്ങൾ ഏവരുടെയും ശ്രദ്ധയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു മകൾ. നീ
ഇതൊരമ്മയുടെ പ്രതികാരത്തിന്റെ കഥയാണ്. കാമവരി കൊണ്ട് സ്വന്തം മകളെ പിച്ചു ചിന്തിയപ്പോൾ നിസ്സഹായിയായി നോക്കി നിൽക്കേണ്ടി വന്ന ഒരമ്മയുടെ കഥ, അവളുടെ പ്രതികാരത്തിന്റെ കഥ. ഈ കഥ ഇവിടെ തീരുന്നു. ഇനി ഒരിക്കലും ഈ കഥ ആവർത്തിക്കാതിരിക്കട്ടെ. ഇനി ഒരമ്മയുടെയും കണ്ണുനീർ വീഴാതിരിക്കട്ടെ. എല്ലാവരോടുമായി ഞങ്ങൾ ഒന്ന് പറയട്ടെ. തിരക്കേറിയ ജീവിതത്തിൽ സ്വന്തം മക്കൾക്കായി ഒരു കരുതൽ, അത് നല്ലതാണ്. ഒരു പിഴവ് മതി ഈ ലോകത്തെ കണ്ണുനീരണിയിക്കാൻ. കണ്ണിയോടമ്പ് പിഞ്ചിയതോര് കണ്ണേ നെഞ്ചേ കണ്ണീരാറ്. ആട് പൊന്മയിലേ നാലാംകൂട്ടം വരും, പാട് പൂങ്കുയിലേ മേളാങ്കൂട്ടം വരും. ആട് പൊന്മയിലേ നാലാംകൂട്ടം വരും, പാട് പൂങ്കുയിലേ മേളാങ്കൂട്ടം വരും. കാവുന്തറയിലല്ലോ കോമരം തുള്ളണത്, വാളും ജലം പണിഞ്ഞ് കോമരം തുള്ളണത്. കാവുന്തറയിലല്ലോ കോമരം തുള്ളണത്, വാളും ജലം പണിഞ്ഞ് കോമരം തുള്ളണത്. ആട് പൊന്മയിലേ നാലാംകൂട്ടം വരും, പാട് പൂങ്കുയിലേ മേളാങ്കൂട്ടം വരും. വെള്ളിമം പീടത്തുമ്മേ എന്നൊരു മാനിനെ കണ്ടേ, എന്തൊരു ബാല്യകാലം നൈനങ്ങും കൊണ്ടങ്ങും പോയേ. വെള്ളിമം പീടത്തുമ്മേ എന്നൊരു മാനിനെ കണ്ടേ, എന്തൊരു ബാല്യകാലം നൈനങ്ങും കൊണ്ടങ്ങും പോയേ. പൂവോ 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 നല്ലൊരലങ്ങി പൂവോ, പൂവോ 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 നല്ലൊരു ജനപ്പൂവോ. പൂവോ പൂവോ കാണാൻ നല്ലൊരു മുല്ലപ്പൂവോ. പൂവായ പൂവെല്ലാം ഞാനങ്ങെടുത്ത് പെണ്ണിന്റെ തലയിൽ ചൂടിക്കൊടുത്ത്, പൂവായ പൂവെല്ലാം ഞാനങ്ങെടുത്ത് പെണ്ണിന്റെ തലയിൽ ചൂടിക്കൊടുത്ത്. ആട് പൊന്മയിലേ നാലാംകൂട്ടം വരും, പാട് പൂങ്കുയിലേ മേളാങ്കൂട്ടം വരും. നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ. നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ. അക്കരെ കുന്നു ഇക്കരെ കാടു ചക്കരത്തോട് പാറമേടു ചേരിക്കുന്നു കേറി വന്ന ചിങ്ങത്താമല നരിയോ. മൂളുന്നോല് നിരങ്ങുന്നോല് കാട് കേറി അലറുന്നോല് കാട്ടുമേട് കേറി വന്ന കാട്ടുവേട്ട നരിയോ. നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ. നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ. കാടിളക്കി കരയിളക്കി വീടിളക്കി വഴിയിളക്കി വേട്ടക്കാര് തേടിപ്പോയ കാട്ടുവാഴു നരിയോ. അമ്പെടുത്ത് വില്ലെടുത്ത് കല്ലെടുത്ത് കവണെടുത്ത് നാല് കാടും കേറിപ്പോവ വീട്ടുകാര് വരിയോ. നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ. നരിയോന്തര 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 നരിയോ, നരിയോന്തര 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 നരിയോ. താനാനേ തന്നാനേ തനനാനേ തന്നാനേ താനാനേ തന്നാനേ തനനാനേ തന്നാനേ തനതാ 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 താനാനേ
are about to watch is not just a performance, it is a mirror of our daily life. Through this drama, our children present a meaningful message: how careless wastage of food and water is increasing hunger, poverty, and suffering in the world. While food is wasted in functions and homes, many children sleep hungry. While water flows freely from taps, many people walk miles for a single pot of water. This drama reminds us that every grain has a story, every drop has a life, and every habit has a consequence. Let's watch with open eyes, open hearts, and leave this place with a promise to change for our children, for the society, and for the future. എന്തും ഏതും നമുക്കിന്ന് ആഘോഷമാണ്. വിവാഹം, പിറന്നാൾ, മരണം, അങ്ങനെ അങ്ങനെ. ഓരോ ആഘോഷങ്ങളുടെയും അവസാനം പാഴായി പോകുന്ന ഭക്ഷണ സാധനങ്ങൾ എത്രയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വീടുകളിലും ആഘോഷങ്ങളിലും ഭക്ഷണം പാഴാകുമ്പോൾ ഈ ലോകത്ത് നിരവധി കുട്ടികൾ വിശപ്പോടെ ഉറങ്ങുകയാണ്. ടാപ്പുകളിൽ നിന്ന് വെള്ളം സ്വതന്ത്രമായി ഒഴുകുമ്പോൾ ഒരു കുടം വെള്ളത്തിനായി മൈലുകളോളം നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ പാഴായി പോകുന്ന ഓരോ അരിമണിക്കും, ഓരോ തുള്ളി ജലത്തിനും ഒരു ജീവന്റെ വിലയുണ്ട് എന്ന് നാം എപ്പോഴാണ് മനസ്സിലാക്കുക? തുറന്ന കണ്ണുകളോടും തുറന്ന മനസ്സോടും കൂടി നമുക്ക് ഈ നാടകം കാണാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന്റെ ഭാവിക്ക് വേണ്ടി നമുക്കൊന്ന് മാറി ചിന്തിക്കാം. ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു നാടകം Hunger Has a Voice. Alarm rings loudly. Pearly and Anshik are sleeping in funny positions. Stop shouting! I'm still sleeping. Wake up! School will not wait for lazy people. Ouch! Earthquake in the house! Anshik, what are you doing? Why is the tap open like this in the morning? Oh, I was brushing my teeth and washing my face. I forgot to close the tap. Grandma! Are you brushing your teeth or just wasting water? Close the tap, child. Water is precious. Sorry, Grandma. I didn't notice. The tap was still open. Oh, you're so careless. You don't understand the value of water. From today, less water for brushing, washing, and bathing. This looks funny, but this happens in many homes every morning. Small habits at home decide the future of the world. Look there. Eat more, children. Take more food. Today is a special day.
so don't feel shy. Just a little rice. Some more. Okay, one more spoon. Very tasty food, but I'm already full. I can't eat anymore. Come, let's wash. Oh my god! Food wasted? Who wasted this much food? This one plate can feed me for a whole day. When so much food is wasted, I think about the people who are hungry. One, two, three. 3 plates wasted? In our days, we respected every grain of food. Food is not waste, it is the hard work of farmers and cooks. This food traveled from the farm to the kitchen and then to this plate. Please don't throw food into the dustbin. We should take only what we can eat. If we want more, we can take again. Food is a blessing. It is someone's hard work. Good morning, ma'am. Good morning, children. Sit down. What were you talking about? Ma'am, yesterday I went for a movie. We were talking about that. Okay, then tell me, how was your weekend? Yesterday was a great day. We went for a wedding. And you know, ma'am, many food items were wasted. Yes, ma'am. In functions and parties, a lot of food is thrown away. That's true. What about water? Ma'am, at home, we sometimes leave the tap open while brushing or washing. Children, these look like small habits, but they create big problems. Ma'am, sometimes I come to school without lunch. When food is wasted, it hurts. Oh, I see, my child. Ma'am, in my place, water is very difficult to get. We walk a long distance to get a pot of water. We waste food and water easily, but others struggle for it. That's why, children, wasting food and water increases poverty. We must respect every grain of food and every drop of water. Hereafter, we will not waste food and water. Today, we saw our own life on the stage. Wasting food and water is not a small mistake. When we waste food, hunger grows. When we waste water, life becomes difficult. Save food, save water. That's real culture.